ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഏട്ടൻ്റെ പിറന്നാൾ പ്രമാണിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോവാന്ന്. അപ്പോൾ എല്ലാവരും കൂടെ അമ്മയും അച്ഛനും പിന്നെ അനിയൻ്റെ ഭാര്യ എല്ലാവരും കൂടെ നമ്മൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്, അമ്മയും അച്ഛനും ഒരുങ്ങി വരണത്രേ. അപ്പം അവരെ വെയിറ്റ് ചെയ്തിരിക്കുവാന്ന്. അപ്പോൾ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടായതുകൊണ്ടാണ് അമ്മയും അച്ഛനും ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വീട്ടിലൊരാൾ വന്നിട്ട് കിഞ്ഞ് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരൊക്കെ പോയിട്ട് നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് പോകുന്നത് നമ്മൾ കരിമണൽ അമ്പലത്തിലേക്കാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തായാലും വിളക്കത്തിക്കേണ്ട സമയമൊന്നും ആയിട്ട് ഒരു 5 മണി 5:30 ആയിനത്രേ. അപ്പം വിളക്കത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ തോതിട്ട് ഇടുന്ന നേരെ മീൻകുളം അമ്പലത്തിലേക്ക് പോകാമെന്നുള്ള മൈൻഡിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കാരണം മീൻകുളം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടാ, നമ്മളെ പ്ലാനിങ്ങിലേ മീൻകുളം അമ്പലത്തിൽ പോകണം എന്നുണ്ടായിട്ടില്ല. പെട്ടെന്നായിരുന്നു ഡിസിഷൻ മാറ്റിയത്. അമ്മ പറഞ്ഞു മീൻകുളം അമ്പലത്തിൽ പോവാം, ഏതായാലും രേവതിയും കൂടെ വന്നതല്ലേ, നമുക്ക് ഒന്ന് മീൻകുളം അമ്പലത്തിൽ പോയിട്ട് വരാം മോനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. പിന്നെ മിന്നൂസിൻ്റെ സ്ഥിരം പരിപാടിയായ കുറിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. മിന്നൂസ് പിന്നെ കുറിയിൽ കൈയിട്ടിട്ട് ഇങ്ങനെ ഇളക്കലായി, കുറി എടുത്ത് വെക്കലായി. അത് ഓക്ക് പിന്നെ വെച്ചാലും മതിയാവില്ല കേട്ടോ, എല്ലാവരും നെറ്റിയിലും കൊണ്ടുവെക്കണം. പിന്നെ ഈ ഒരാളുടെ നെറ്റിയിൽ എവിടെയാണ് കുറി വെക്കേണ്ടത് കണ്ടില്ലേ, കുത്തി വെക്കാൻ പറഞ്ഞാൽ ഒന്നും അനുസരിക്കില്ല. പിന്നെ അമ്മ എല്ലാവർക്കും അമ്മേരെ വകയായിട്ട് കുറി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊന്നൂസെല്ലാം ആദ്യമേ നടന്നിട്ടുണ്ടായിനെ. മിന്നൂസ് പിന്നെ തോതിട്ട് അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഓക്ക് പിന്നെ അധികം സമയമൊന്നും വേണ്ട, എല്ലാം വേഗം തന്നെയാണ്. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുപാടും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. മഴയും പെയ്തുകൊണ്ട് നല്ല അരങ്ങാന്ന് ഇപ്പോൾ കാണാൻ. അപ്പോൾ നമ്മൾ കുളിയന്തറയിലും തോതിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ ഇനിയിപ്പം അധിക നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം വൈകും. നമ്മൾ മീൻകുളം അമ്പലത്തിലേക്ക് എത്തേണ്ടതാണ്. നമ്മുടെ ചെമ്പകം മരമാണ്, അതിലൊരു ഇത്തിൽക്കണ്ണി ഉണ്ട്, അത് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പൊന്നൂസ് ഹായ് ഒക്കെ പറയുന്നത് ഇത് നമ്മുടെ പിറന്നാളുകാരനാണ് കേട്ടോ. പിന്നെ മിന്നൂസിനെ നോക്കിയിട്ടൊന്നും കാണില്ല. അപ്പോഴത്തേക്ക് ഇതാ ചന്ദനത്തിരി കുത്തിവെക്കുന്ന ചട്ടിയിലാണ് അവളെ കൈ ഫുള്ളും ഉള്ളത്. പിന്നെ നമ്മൾ അധികം സമയം നമ്മൾ അവിടെ നിന്നിട്ടില്ല, നേരെ പോയത് മീൻകുളം അമ്പലത്തിലേക്കാണ്. ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മീൻകുളം അമ്പലത്തിലെത്തുമ്പോഴത്തേക്ക് ടൈം ഒരുപാട് ലേറ്റ് ആവുമെന്ന് കണ്ടിട്ട് നമ്മൾ വേഗം വിടുകയാണ് ചെയ്തത്. പിന്നെ മീൻകുളം അമ്പലത്തിലെത്തി കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് മീൻകുളം അമ്പലത്തിലേക്ക് വരുന്നത്. എല്ലാം വന്നിട്ടുള്ളത് രാവിലെ ഉച്ചക്കുമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സന്ധ്യാസമയത്ത് ഞാൻ ഇതുവരെ വന്നിട്ടില്ല അമ്പലത്തിൽ. അപ്പോൾ അമ്പലത്തിൽ തന്നെ ഫുള്ളും നല്ല രീതിയിൽ നവീകരിച്ചുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. എല്ലാവർക്കും അമ്പലം കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ മീൻകുളം അമ്പലത്തിലേക്ക് വന്ന് നോക്കുക കേട്ടോ. ഇതാണ്ടില്ലേ, അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഒരു ബോർഡുണ്ട് ഏതൊക്കെ സ്ഥലത്താണ് ഫസ്റ്റ് പോകേണ്ടതെന്ന്. ഫസ്റ്റ് കുളത്തിൽ പോയിട്ട് കാല് കഴുകിയിട്ട് വേണം എല്ലാ അമ്പലങ്ങളിലും വിസിറ്റ് ചെയ്യാൻ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ കീഞ്ഞ സമയത്ത് പൊന്നൂസും മിന്നൂസും വെള്ളം കണ്ടാൽ വിടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഫസ്റ്റ് ഇപ്പുറത്തേക്ക് ഇറങ്ങാൻ പോയത് ഞാൻ വിട്ടിട്ട് ഞാൻ പറഞ്ഞു ഈ സൈഡിൽ ഇതാ കുറച്ച് വെള്ളമുണ്ട്, ഇതിലിറങ്ങുമെന്ന് പറഞ്ഞിട്ട് അതിലിറക്കിയിട്ടാണ് ഉള്ളത് രണ്ടാളെയും. പിന്നെ പറഞ്ഞാൽ തീരെ കേൾക്കൂല. അച്ഛനുണ്ടായതുകൊണ്ട് ഒരു സമാധാനം, അച്ഛനെ കുറച്ച് പേടിയുണ്ട് മിന്നൂസിന്. പിന്നെ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. മീനെ പിടിക്കാൻ കുറേ നേരം നോക്കി, പക്ഷേ കൃഷ്ണൻ ഭഗവാന്റെ മീനായതുകൊണ്ട് അങ്ങനെ പിടിക്കുകയൊന്നും ചെയ്തുകൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ പേടിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല. അച്ഛൻ പേടിപ്പിച്ചാലേ പിന്നെയും കാര്യമില്ലല്ലോ. പിന്നെ രേവതി പറഞ്ഞു അടുത്തമ്മ നിങ്ങൾ വന്ന് കാലും കൈയും കഴുകിയിട്ട് വാ, ഞാൻ വീഡിയോ എടുക്കാറിട്ട് രേവതിയാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ ഞാൻ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം കളിച്ച്, ഏതായാലും അച്ഛൻ വരുന്നവരെ ഈ ഒരു കളിയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ മിന്നൂസിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ അറിയില്ല, കണ്ടില്ലേ മേക്കപ്പ് ഓള് സ്വന്തം ചെയ്തതാണ് കേട്ടാ. സ്വന്തമായിട്ട് കൺമഷി എടുത്ത് വരച്ച് വെച്ചതാണ് ഈ മേക്കപ്പ് തെച്ചും. പിന്നെ മിന്നൂസ് പിടിച്ചിട്ടുണ്ട്, എനിക്ക് പേടി, കാരണം വഴുതലുണ്ടായതുകൊണ്ട് എന്താണ് അറിയില്ലല്ലോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണമല്ലോ. പിന്നെ മിന്നൂസിൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല, ഓളെപ്പോഴാണ് ഓളെ മൈൻഡ് മാറുന്നൊന്നും പറയണം. പിന്നെ പൊന്നു കയറിയിട്ടുണ്ട് കേട്ടാ. പൊന്നൂസ് അച്ഛൻ പേടിപ്പിച്ചിട്ട് പൊന്നൂസ് കയറിയിട്ടുണ്ട്, മിന്നൂസും കയറി വരുന്നുണ്ട്. പിന്നെ ഇവളെ സ്വഭാവം ആയതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല. ഇനിയിപ്പോൾ തിരിച്ച് താഴേക്ക് റിട്ടേൺ പോവുമല്ല മേലേക്ക് കയറുമോന്നൊന്നും അറിയില്ല. മിന്നൂസിനോട് ഞാൻ പറഞ്ഞു വാ മോളെ കയറി വാ, നമുക്ക് തോതിട്ട് വരാല, അതാ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അവളുടെ അവസ്ഥ, ഒരു കാര്യം പറഞ്ഞാലും കേൾക്കൂല, പറഞ്ഞതിന് നേരെ വിപരീതമാണ് ചെയ്യാറാള്. പിന്നെ ഇത് നമ്മൾ കാല് കഴുകിയിട്ട് പോകേണ്ടത് ഇനി കാവിലേക്കാണ് കേട്ടോ. കാവിൻ്റെ ഉള്ളിൽ കുറേ ഭഗവാന്മാരുണ്ട്. അപ്പം സ്വാമി അയ്യപ്പനും ശിവനും ഗണപതി നാഗകൈലി അമ്മ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി വരുവാന്നേ.
അപ്പം എല്ലായിടത്തും ആദ്യമായിട്ടാണ് നാഗത്തറയിൽ ഞാൻ വിളക്ക് വെച്ചത് കണ്ടത്. ഈ ഒരു സമയത്ത് വന്നുകൊണ്ടാണ് കണ്ടത്. ഇതുവരെ ഈ സമയത്ത് വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എല്ലായിടത്തും നല്ല രീതിയിൽ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മക്കേഴ്സ് എന്നൊന്നും പറയണ്ട, ഒരേ ഓട്ടാണ്. ഇത് ശിവഭഗവാന്റെ സ്ഥലമാണ് കേട്ടോ. പിന്നെ മിന്നൂസും പൊന്നൂസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ പിടിച്ച് നിർത്തേണ്ട ആവശ്യമില്ല, എല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള രീതിയിലാണ്. ഞാൻ പിടിച്ചു വെക്കുമ്പം ഇവിടുന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞു അവരെ വിട്ടേക്ക്, അവരെ ഫ്രീ ആയി വിട്ടേക്ക്. ഇത് കണ്ടില്ലേ, ഇത് നൊസ്റ്റു ആയിട്ടുള്ളൊരു മരമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതേത് മരന്ന്. പിന്നെ പൊന്നൂസിന് കുറി വെച്ച് കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല. പിന്നെ കണ്ടില്ലേ, ഇതാ കരഞ്ഞോണ്ട് വരുന്ന സാധനം, അച്ചച്ച പേടിപ്പിച്ചിട്ട് കരഞ്ഞോണ്ട് വരുന്നതാണ്, ഒന്നും വിചാരിക്കണ്ട. പിന്നെ അച്ഛൻ എടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ സ്വാമിമഠമാണ് കേട്ടോ. അധികം വെയിലുള്ള സമയത്തൊന്നും വന്നു കഴിഞ്ഞാൽ സ്വാമിമഠത്തിൽ വരാൻ നിൽക്കില്ല, കാരണം നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഇതാ കുളമുണ്ട് കേട്ടോ. ഇത് ഒരിക്കലും വറ്റില്ല, വേനൽക്കാലത്ത് പോലും വറ്റാത്തൊരു കുളമാണ്. പിന്നെ കണ്ടില്ലേ, മതിലിന് ചുറ്റി നിൽക്കുന്ന ഒരു വലിയ തവളയെ കണ്ട് പേടിച്ചിട്ടുണ്ട് ആൾ കേട്ടോ. ഒരുവിധം ഒന്നിനെയും കണ്ട് പേടിക്കാത്ത ആളാണ്. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റുവിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ട് അമ്പലത്തിൽ. ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത് ഇന്ന് എന്തോ ഒരു വിശേഷ പൂജയുണ്ട്, അതിൻ്റെ ഒരു ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞിട്ട്. പിന്നെ അതുവരെ സമയം കളയേണ്ടി വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ചുറ്റുവിളക്കെല്ലാം എന്ത് രസമുണ്ടല്ലേ, മനോഹരമായിട്ടുണ്ട്. ഭഗവാനെ കണ്ട് സംസാരിക്കുമ്പം തന്നെ മനസ്സിനൊരു സമാധാനമാണ്. അപ്പം മീൻകുളം അമ്പലത്തിനെ കുറിച്ച് ഞാൻ വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്, അപ്പം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത് എന്താണെന്നല്ല, അവിടെ പൂജ നടക്കുന്നുണ്ട്, ഗണപതി ഹോമം നടക്കുന്നുണ്ട്. അതാണ് ഈ പൊന്നൂസ് ഇങ്ങനെ എത്തി വലിയ നോക്കുന്നത്. പിന്നെ ഭഗവാനെ നേരിട്ട് കാണാൻ എല്ലാവർക്കും ഭാഗ്യമായിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാവരെയും ഭഗവാൻ എൻ്റെ ഫോണിൽ പതിയൊന്നുമില്ല ഭഗവാൻ, എന്നാലും ഇതാണ് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ട് അമ്മായിയുടെ ഏച്ചിയുടെ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്താണ്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പം പിന്നെ നമ്മൾ രണ്ട് മനസ്സിലുള്ളത്, ഒന്ന് അങ്ങോട്ട് പോകണോ അല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകണമെന്നില്ല മനസ്സിലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് കഴിയുന്നതിന് മുന്നേ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിനി. അടുത്തായിരുന്നു, മീൻകുളം അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു ഏട്ടൻ്റെ വീട്. ഏട്ടൻ്റെ ആ സ്നേഹത്തോടുള്ള വിളി കൊണ്ട് പിന്നെ പോവാതിരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി. പുതിയ വീടാണ് കേട്ടോ, കുടികൂടൽ കഴിഞ്ഞിട്ട് അത്രയായിട്ടു. അപ്പം പിന്നെ നമ്മൾ വീടൊക്കെ കയറിക്കണ്ട്, നല്ല അടിപൊളി വീടാണ്. ഒരു മോളാന്നുള്ളത് ഏട്ടന്, ഏച്ചിയും ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ വിടാൻ കഴിയില്ലല്ലോ, ഒരു വീഡിയോസും ഫോട്ടോസും എടുക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല. പിന്നെ മേലത്തെ റൂമൊക്കെ കാണാൻ അച്ഛനും ഏട്ടനും മിന്നൂസെല്ലാം പോയി ഫസ്റ്റ്. പിന്നെ നെക്സ്റ്റ് ട്രിപ്പായിട്ട് ഞാനും അമ്മയും പോയി. അന്നേരവും മിന്നൂസ് കയറിയിട്ടുണ്ട് കേട്ടോ. കൈമേലൊരു മാങ്ങയുണ്ട്, ഒരു മാങ്ങ ഇട്ടിട്ടുണ്ടായിന്. നമ്മൾ പറയും ഇവിടെ ഊമ്പിക്കുടിയൻ മാങ്ങ പറയും കേട്ടോ. ആ ഒരു ഊമ്പിക്കുടിയൻ മാങ്ങയും തിന്നുകൊണ്ടിരിക്കുകയെന്നേ. മിന്നുച്ചിൻ്റെ മാങ്ങ തിന്നൽ കണ്ടിട്ടാണോ അറിയില്ല, ഏട്ടൻ ചോദിച്ചു നിങ്ങളെ നാട്ടിൽ മാങ്ങയുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്രാവശ്യത്തെ മാങ്ങ വളരെ കുറവാണ് കേട്ടോ, കിട്ടിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ഏട്ടൻ പറഞ്ഞു ഇവിടെ അടുത്ത് മാങ്ങയുണ്ട്, നമുക്ക് ഇഷ്ടം കണക്കെ മാങ്ങയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിച്ചു ഇവിടെ അടുത്ത് എവിടെയാന്ന് ഏട്ടാ, കിട്ടുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ ഏട്ടൻ പറഞ്ഞു ആ കിട്ടും, ഞാൻ വിളിച്ച് പറഞ്ഞാൽ സെറ്റാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഏട്ടൻ കുറച്ച് മാങ്ങയൊക്കെ തന്നിട്ടുണ്ടായിനെ. പിന്നെ നമ്മൾ അവിടുന്ന് ചായയെല്ലാം കുടിച്ച് വേഗം തന്നെ അമ്പലത്തിലേക്ക് പോയി, കാരണം അമ്പലത്തിൽ ചടങ്ങ് നടക്കുന്നുണ്ട് പറഞ്ഞില്ലായിരുന്നോ. ഇതാണ് ആ ചടങ്ങ്. പിന്നെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പ്രസാദം കൊടുക്കലാണ്. നമ്മൾ ലാസ്റ്റ് സമയത്താണ് എത്തിയിട്ടുണ്ടായത്. അപ്പം എല്ലാവരും കൂടെ വാങ്ങിപ്പോയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വാങ്ങിയത് 2 ഉണ്ണിയപ്പവും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അമ്പലേശ്വരമൊക്കെ പോയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നു. ഏട്ടൻ്റെ പിറന്നാളിന് എല്ലാവരും കൂടെ കേക്ക് മുറിച്ചു ആഘോഷിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പം ആരെ പിറന്നാളാണെന്ന് ചോദിക്കേണ്ടി വരും അല്ലേ. എല്ലാവരും കൂടെ കത്തി പിടിച്ചിട്ട് മുറിക്കുന്നുണ്ട്. ഏട്ടൻ്റെ പിറന്നാളാണ് ഇന്നത്തെ പ്രത്യേകത, ഏട്ടൻ്റെ പിറന്നാളാണ്. അപ്പം എല്ലാവരും കൂടെ മുറിച്ച്, നല്ല കേക്കാണ്, അമ്പലേച്ചി ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഹോം മെയ്ഡ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ കഴിക്കാമല്ലോ. നല്ല ക്രീമും നല്ല ടേസ്റ്റിയാണ്. അമ്പലേച്ചിയുടെ കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. പിന്നെ എല്ലാവരും കൂടെ കേക്ക് മുറിക്കലും ആക്കലല്ലായി. പിന്നെ ഇവിടെ 2-3 ആൾക്കാരുടെ കുറവുണ്ട് കേട്ടോ. അനിയനും ഭാര്യയും ഇല്ല, മക്കേഴ്സും ഇല്ല. അപ്പം അണ്ണന്മാരില്ലാത്തതുകൊണ്ട് തന്നെ അണ്ണന്മാർക്ക് മിന്നുവിൻ്റെ പിറന്നാളിനും കേക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. അപ്പം മേച്ചു ഏതായാലും അണ്ണന്മാർക്ക് കൊണ്ടു കൊടുക്കാൻ വെച്ചിട്ട് നമ്മൾ കേക്ക് എടുത്തിട്ട് നിത്യയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ അണ്ണന്മാർ കട്ട വെയിറ്റിങ്ങിലാണെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ അവർ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് ഇനിയിപ്പോൾ ഇന്ന് കേക്ക് തിന്നാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവരിയ്ക്കുന്നത്.
അപ്പം നിത്യ എല്ലാം മുറിച്ച് വെക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി. അവർക്ക് വേണ്ട ഒരു നാളെ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ കളി മാത്രമേ ഇല്ലൂ മക്കൾക്ക് എല്ലാവർക്കും തന്നെ. കേക്കിനോട് ഈ കളി മാത്രമേ ഉള്ളൂ. കയ്യിലെത്തുമ്പോഴത്തേക്ക് ആർക്കും വേണ്ട. പിന്നെ എല്ലാവർക്കും മുറിച്ചോള് കൊടുക്കുന്നുണ്ട്. കണ്ണന്മാരെന്തൊക്കെയോ പറയുന്നുണ്ട്. കുറേ ദിവസമായി അമ്മ വീട്ടിൽ വന്ന് നിൽക്കുകയെന്ന് അണ്ണന്മാർ. അപ്പോൾ എല്ലാവർക്കും മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. നിത്യയുടെ അമ്മ പറഞ്ഞു എന്നാൽ ചപ്പാത്തി ഉണ്ട്, ചായ വെച്ചിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി വേണമെന്ന് ചോദിച്ചാൽ അതാ മിന്നൂസ് പറഞ്ഞു എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മിന്നൂസ് ഫസ്റ്റ് തന്നെ പോയിട്ട് ചപ്പാത്തിയും കറിയും മേടിച്ച് തന്നിട്ടുണ്ട്. മിന്നൂസിന് പിന്നെ എവിടെ പോയാലും മിന്നൂസിൻ്റെ വീട് തന്നെയാണ്. രണ്ടില്ല അണ്ണന്മാരെ അമ്മമ്മേരെ മടിയിൽ രണ്ടാളും ഇതാ ഇരിക്കുവാന്ന്. പിന്നെ ഇത് ബാഗിൻ്റെ കൂടെ ഫ്രീ കിട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ഏച്ചിക്കും അനിയത്തിക്കും കാണിക്കാൻ കൊണ്ടുവന്നെയാണ് അണ്ണന്മാർ. ഇത് രണ്ടെണ്ണവും ഇങ്ങനെ ആ ബോൾ ഇടുമ്പോൾ തെറിച്ച് പോകുന്ന സാധനം. പിന്നെ നിത്യാൻ്റെ ഒന്നിച്ച് കുറച്ച് നേരം കളികളായി മിന്നൂസ്. പിന്നെ ഇവർ പിന്നെ മൂന്നാളും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, അരങ്ങനെ. എൻ്റെ പാവം മിന്നൂസിനെ മാത്രം ഇവർ കൂട്ടൂല കേട്ടോ കളിക്കാൻ. ഇവർ നൈസിൽ മിന്നൂസിനെ ഒഴിവാക്കുന്നത് വേറൊന്നും കണ്ടല്ല, ഓളിടക്കിടക്കേക്ക് ഇരിപ്പത്തിരി ആക്കിയിട്ട് വരും. പിന്നെ എല്ലാവരും കൂടെ നിത്യയുടെ അടുത്തായിരുന്നു കളികളൊക്കെ ഉണ്ടായത്. പിന്നെ ഇവർക്ക് വരണമെന്നേ ഉണ്ടായിട്ടേ, കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു. കുറേ നാളായി ഇവരെയൊക്കെ കണ്ടിട്ട്. അപ്പം പിന്നെ നമ്മൾ ഏതായാലും യാത്രയായി, ഒരുപാട് രാത്രിയായി. ഇന്നത്തെ ഈ വലിയ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.